നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ? പണ്ടുകാലത്ത് നാട്ടിൻപുറത്തിൽ ഇത് ധാരാളമുണ്ട്. പല വലിപ്പത്തിലുള്ളതാണ്. നല്ല വലുതായിട്ടുള്ളത്, ഉരുണ്ടത്, നീളമുള്ളത്, അങ്ങനെ ഇത് ചെറിയ സൈസിലുള്ളതാണ്. ഇത് കാണുമ്പോൾ സ്കൂൾ കാലഘട്ടം ഓർക്കാത്ത പഴയ തലമുറ ആരും തന്നെ കാണുകയില്ല. നൊസ്റ്റാൾജിയ ഉണർത്തുന്ന ഈ ഫലത്തിൻ്റെ പേര് കാരക്കയാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ഇപ്പോൾ കാരക്കയുടെ സീസൺ ടൈമാണ്. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ ഉപ്പിലിട്ട കാരക്ക കഴിക്കാൻ തോന്നുകയാണെങ്കിൽ നാട്ടിൻപുറങ്ങളിലെ മാർക്കറ്റുകളിൽ ചിലപ്പോൾ കിട്ടുമായിരിക്കും. ഈ സമയം നിങ്ങൾ അന്വേഷിച്ച് നോക്കുക. കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്കും ഇതുപോലെ ഉപ്പിലിട്ട് കഴിക്കാം. ഇപ്പോഴത്തെ കുട്ടികൾ ഇതൊന്നും കഴിച്ചിട്ടുണ്ടായിരിക്കില്ല. അവർക്കും ഇതുപോലെ ഉപ്പിലിട്ട് കൊടുക്കാം. കാരക്ക ഉപ്പിലിടുന്നതിന് വേണ്ടി കാരക്ക എടുത്ത് നല്ലവണ്ണം കഴുകിയ ശേഷം ഒരു പിച്ചാത്തി കൊണ്ട് 3-4 ഇടത്ത് വരഞ്ഞു വയ്ക്കണം. ഇനി ഒരു പാത്രത്തിൽ വെള്ളം എടുത്ത് തിളപ്പിക്കാൻ വയ്ക്കാം. വെള്ളത്തിൽ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. ഇനി വെള്ളം നല്ലവണ്ണം തിളച്ച ശേഷം അതിലേക്ക് നമ്മൾ വരഞ്ഞു വെച്ചിരിക്കുന്ന കാരക്ക ചേർത്ത് കൊടുക്കുക. ഇനി അതിലേക്ക് എരിവിന് ആവശ്യമായ പച്ചമുളകോ കാന്താരിമുളകോ ചേർത്ത് കൊടുക്കാം. ഇനി നല്ലവണ്ണം തിളച്ച് കാരക്ക വെന്ത് വരുമ്പോൾ കാരക്കയിൽ നമ്മൾ വരഞ്ഞ ഭാഗം വിടർന്നു വരും. അപ്പോൾ തീ ഓഫ് ചെയ്ത് വാങ്ങാം. വാങ്ങിയ ശേഷം കാരക്ക ഒരുപാടുണ്ടെങ്കിൽ കുറേ നാൾ കേടാകാതിരിക്കണമെങ്കിൽ കുറച്ച് വിനാഗിരി കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ചേ ഉള്ളൂവെങ്കിൽ വിനാഗിരി ചേർക്കേണ്ടതില്ല. എന്നിട്ട് തണുത്ത ശേഷം കുപ്പിയിലാക്കി അടച്ച് സൂക്ഷിക്കാം. ഉപ്പിലിട്ട കാരക്ക